ഹലോ ഗൈസ്, ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ടുള്ളൂ. നല്ല നമ്മൾ ഷോർട്സ് ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിലേക്ക് മാറ്റാണ്ട. അപ്പം ഇനി ഷോർട്സ് ആയിട്ടാവില്ല, നമ്മളിങ്ങനെ ഒരു 2-3 മിനിറ്റിലൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്നല്ല, നമ്മൾ 2025 നമ്മുടെ ഓട്ടോമൊബൈൽ എക്സ്പോയിൽ നമ്മൾ ടാറ്റ ഒരു അടിപൊളി പുലിക്കുട്ടിയെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പഴയൊരു പുലിക്കുട്ടിയുണ്ടോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 90കളിലൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു ടാറ്റയുടെ സിയാറയാണ്. അതായത് സിയാറയ്ക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസുള്ള ഒരു വെഹിക്കിളാണ്, ഡീസലായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു സിയാറ ഇപ്പോൾ ടാറ്റ ഒന്നുകൂടി ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ ലുക്കിലേക്ക് കൊണ്ടുവന്ന് ആകെ ഇളക്കി കുറച്ച് സാധനം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവർ ഓട്ടോമൊബൈൽ എക്സ്പോയിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. 5 സീറ്ററാണ്, പക്ഷേ ലുക്ക് കൊണ്ടോ കാര്യങ്ങളുണ്ടൊന്നും എന്താ പറയുക പിന്നിലോട്ടാക്കാനില്ല. അത്രയും നല്ലൊരു ലുക്കുള്ളൊരു വാഹനമാണ്. എന്തായാലും കത്തിക്കയറും എന്നുള്ള ഒരു സംശയവുമില്ല. എന്തായാലും ഒന്ന് കത്തിക്കയറും. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണ് എല്ലാം. അപ്പോൾ ഇപ്പോൾ EV മോഡലൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഐസ് എഞ്ചിൻ മാത്രം അവർ അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് മാനുവലും DC ടു ഓട്ടോമാറ്റിക്കലും വാഹനം ലഭ്യമാണ്. അതുപോലെ നമുക്ക് 2 ലിറ്റർ ഡീസലിൽ ഒരു 2 ലിറ്റർ എഞ്ചിൻ ലഭ്യമാണ്. അതിൽ നമുക്ക് ഒരു മാനുവലും അതേപോലെ ഒരു എന്താ പറയുക ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും ലഭ്യമാണ് നിലവിൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 2025 ഓഗസ്റ്റോടെ നമുക്ക് EVയുടെ ഒരു വെർഷൻ ലഭ്യമാവുന്നതാണ് കമ്പനി പറയണത്. അപ്പോൾ എന്തായാലും വരും, കൊണ്ടുവന്നിരിക്കും ടാറ്റയല്ലേ. അപ്പോൾ എന്തായാലും അവർ EVയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലിക്കായി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് എന്തായാലും സിയാറയുടെ EV നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ല എന്തായാലും വരും. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ടാറ്റയുടെ പല വാഹനങ്ങളും ഇപ്പോൾ വിഷയം തന്നെ ആയിരുന്നു. അപ്പോൾ ഏത് വാഹനം എടുത്ത് പറയണമെന്നില്ല, ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ടും നമുക്ക് അറിയണതാണ്. അതായത് കുറേ ആളുകൾ വലഞ്ഞിട്ടുണ്ട് പല ടാറ്റയുടെ ഡീസൽ വാഹനങ്ങൾ എടുത്തിട്ട്. അപ്പോൾ അതായത് ഡീസൽ വാഹനങ്ങൾ ഉദ്ദേശിച്ച് കാറാണ് കേട്ടോ, ട്രക്ക് അതിൽ പോരുത്. അതിൽ നമുക്കൊന്നും പറയാനില്ല, അതിൽ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു കാറിൻ്റെ സെഗ്മെൻറ്റിലൊക്കെ അവരുടെ ഡീസൽ വാഹനങ്ങളൊക്കെ ചിലതൊക്കെ ഫ്ലോപ്പായിരുന്നു. കംപ്ലയിൻസ് കൊണ്ടാണെങ്കിലൊക്കെ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാളും ഇതേപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ടാറ്റയുടെ ഒരു വാഹനം മേടിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മളുടെ ഒരു ഇത്. പക്ഷേ നോക്കാം, നമുക്ക് എന്തായാലും സാധനം ഇറങ്ങുമല്ലോ. അപ്പോൾ ഏകദേശം 10,90,000 രൂപ മുതലാണ് എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ 5 സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണേ. അപ്പോൾ എന്തായാലും വാഹനം വരട്ടെ. എന്തായാലും ഫീച്ചർ റിച്ച് ആണ്, നല്ല ഫീച്ചർ ലോഡഡ് ആണ് സാധനം. അപ്പോൾ ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അതിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.